ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ബോർഡ് കാണുമ്പോൾ ചിലവർക്കെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോടന്നൂരുള്ള നേച്ചർ ലൈഫ് ഹോസ്പിറ്റലിലാണ്. ഇന്ന് നമ്മളുടെ ഓണം ആഘോഷിക്കാണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ചേച്ചിമാര് പൂക്കളം ഇടുന്നുണ്ട്. അത് ഏതുവരെയും നമുക്ക് പോയി നോക്കി നോക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓണ സെലിബ്രേഷൻ ആയിട്ട് ഇവിടെ ആരും കാണാനില്ലല്ലോ. എല്ലാവരും അവിടെ പൂക്കളം ഇടുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെയാണ് പൂക്കളം ഇടുന്നത്. ഇത് നമ്മൾ പുതിയതായിട്ട് പണി കഴിപ്പിച്ച ഒരു വിശ്രമ കേന്ദ്രം എന്നൊക്കെ പറയും. കാണുമ്പോൾ ഒരു മണ്ഡപത്തിന്റെ ലുക്കാണ്. ഇത് നമ്മൾ ഇവിടെയാണ് പൂക്കളിടാൻ പോണേട്ടാ. അപ്പൊ പൂക്കളിടാൻ വേണ്ടിയിട്ട് അമ്മയും ശിവചേച്ചി പിന്നെ ബാക്കി എല്ലാരും കൂടിയിട്ട് പൂവൊക്കെ വെട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ജീവൻ ഡിസൈൻ ഒക്കെ വരയ്ക്കുന്നുണ്ട്. ജീവൻ എന്ന് പറയുന്നത് തോമസ് സാറിന്റെ ശിവചേച്ചിയുടെ മോനാണ് കേട്ടാ. അതുപോലെ തന്നെ ആ മണ്ഡപത്തിന് ചുറ്റും പൂമാല കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടാ. പിന്നെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. അച്ഛന് 5 ദിവസത്തിന്റെ ഓണത്തിന്റെ വർക്ക് ഉണ്ട്, അതുകൊണ്ട് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഡിസൈൻ ഒക്കെ വരച്ചു കഴിഞ്ഞു. ഇപ്പൊ ചേച്ചിമാരെല്ലാം പൂക്കള് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ചേച്ചിമാരെ എല്ലാവരും അവിടെ ഇരുന്നിട്ട് പൂക്കളിട്ടെ. നമുക്ക് ഈ മണ്ഡപത്തിന്റെ ഒരു ഫുൾ ലുക്ക് കണ്ടാലോ? അങ്ങനെ നമ്മുടെ പൂക്കളം കിട്ടി കഴിഞ്ഞു. നിങ്ങൾക്ക് പൂക്കളത്തിന്റെ ഫൈനൽ ലുക്ക് ഇഷ്ടമായെന്ന് കമന്റ് ചെയ്യണേ. നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഭയങ്കര സീനറി ഉള്ള ഒരു സ്ഥലമാണ്. ഭയങ്കര രസമാണ്. ഇപ്പൊ പാടത്ത് വെള്ളം കയറി കടല് പോലെയാണ് കിടക്കണേ. അപ്പൊ എല്ലാവരും ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് പോയിട്ട് വരികയാണ് കേട്ടാ. പാടത്ത് വെള്ളമുള്ള സമയത്ത് ഒരു ഭംഗി, അല്ലാത്തപ്പോ വേറൊരു ഭംഗി. ഏത് സമയത്തായാലും നല്ല സീനറി ഉള്ള സ്ഥലമാണ് കേട്ടാ. അതുപോലെ തന്നെ ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പൊ നമുക്കിനി ചേച്ചിമാരുടെ ഒരു അടിപൊളി തിരുവാതിര കാണാം. ഞാൻ കുറച്ച് മാത്രമാണ് തിരുവാതിര കളിയുടെ വീഡിയോ ഇവിടെ ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ വരും, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ തിരുവാതിരക്കളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും സദ്യ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടാ. അങ്ങനെ എല്ലാവരും സദ്യ കഴിക്കാനായിട്ട് തുടങ്ങിട്ടാ. അങ്ങനെ നമ്മളും സദ്യ കഴിച്ചു. ഇതായിരുന്നു സദ്യയിലത്തെ വിഭവങ്ങളെല്ലാം.
സദ്യ അടിപൊളിയായിരുന്നു ട്ടാ. അങ്ങനെ സദ്യ ഒക്കെ കഴിച്ച് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോ കളികളിലേക്ക് കടന്നു. ലെമൺ സ്പൂൺ റേസ്, പിന്നെ ബലൂൺ വിരിച്ചു പൊട്ടിക്കല്, കസാര കളി, അങ്ങനെ ഒരുപാട് കളികളുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് മാത്രമാണ് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോ ഞങ്ങളുടെ ഈ ഓണാഘോഷം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.